ഹായ് ഓൾ. ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട് നമ്മുടെ ഷോർട്സിന്റെ സൗണ്ട് അത്രയും ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ല, ഗ്രെയിൻസ് വരുന്നുണ്ടെന്നൊക്കെ ഒത്തിരി കംപ്ലയിൻസ് വരുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് കമന്റ്സിലും DMും കാര്യങ്ങളെല്ലാം ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, ഏതായാലും ഒരു മൈക്ക് മേടിക്കണമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റിസർച്ച് ചെയ്തപ്പം DJI Mic 2 ഇപ്പം നല്ല റിവ്യൂസും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഏകദേശം ഒരു 30,000 രൂപ അല്ലെങ്കിൽ ഒരു 300 pounds അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, വേറെ എന്തുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 300, 2000, 3000 രൂപ അല്ലെങ്കിൽ 30 പൗണ്ട് മുതലുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ ഇച്ചിരി കൂടെ ക്വാളിറ്റിയും കൂടെ ഉള്ളത് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് വെച്ചാൽ ഹോളിലാൻഡ് ലാർക്ക് M2 എന്ന് പറയുന്ന മൈക്കാണ്. ഇപ്പം കുഴപ്പമില്ലാത്ത റിവ്യൂസും കാര്യങ്ങളുണ്ട്. ഇതിന് ഏകദേശം ഒരു 170 pounds ആണ്, ഒരു 17,000 രൂപയോളം വരുന്നുണ്ട്. ബട്ട് ഇത് ക്യാമറ കോംബോ ബോക്സ് തന്നെ മേടിച്ചിട്ടുള്ളൂ. അപ്പം ക്യാമറ മേടിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ക്യാമറ മേടിക്കുകയാണെങ്കിൽ ക്യാമറയുടെ കൂടി യൂസ് ചെയ്യാൻ പറ്റും, എല്ലാവരും കൂടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ സംഭവം എങ്ങനെയാണുള്ളത് ഞാൻ കാണിക്കാം. ഞാൻ റിവ്യൂസും കാര്യങ്ങളും ചെയ്യാറില്ല, സോ ഐ നോട്ട് ബി ദാറ്റ് ഗുഡ് കമ്പയർഡ് ടു വേറെ ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ നല്ലൊരു പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യുന്ന. സോ വോണ്ട് ബി ദാറ്റ് ഗുഡ്, ബട്ട് ഐ ഷോ യു വാട്ട്സ് ഇൻസൈഡ് ദ ബോക്സ്, എന്തുകൊണ്ട് എന്തൊക്കെ ഫീച്ചേഴ്സ്, എന്തൊക്കെ കിട്ടും ബോക്സിൻ്റെ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബോക്സിൻ്റെ ഓവർവ്യൂ ഇതാണ്. സോ ഇതിലെ കോംബോ പാക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. സോ മെയ്ഡ് ഫോർ ഐഫോൺ ആൻഡ് ഐപാഡ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിലും ഈ സൈഡിലാണെങ്കിലും ക്യാമറയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ആൻഡ് ബട്ടൺ സൈസ് തീരെ ചെറുതാണ് കാണിക്കുന്നതിൽ. ആൻഡ് ഓൾ ദിസ് തിങ്സ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ കമ്പാറ്റബിൾ, അഡ്വാൻസ്ഡ് EMC, ലോങ് ബാറ്ററി ലൈഫ് അപ് ടു 40 hours ആണ് കാണിച്ചിട്ടുള്ളത്. സോ ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. പേപ്പർ വർക്ക്സ് ഉണ്ട്. ഇത് ഫുള്ളായിട്ട് സൈഡിലോട്ട് മാറ്റിയെടുക്കാം. പേപ്പർ വർക്ക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ ഫസ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നത് ഹിയർ ഫോർ യു. ഒരു കാർഡുണ്ട്, എന്തൊക്കെ ഈ പാക്കേജിൻ്റെ അകത്തുണ്ടെന്നുള്ള ലിസ്റ്റാണ്. സോ ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരും. സെക്കൻഡ് നോക്കുവാണെങ്കിൽ ഒരു കാർഡ് തന്നിട്ടുണ്ട് അവർ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു കാർഡ്. പിന്നെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ മൈക്ക് ഹൈഡ് ചെയ്യാനുള്ള രീതിയിലത്തെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് കളറിലെ സ്റ്റിക്കർ ഉണ്ട്, വൈറ്റ് കളറിലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഈ ഇമോജീസ് ഉണ്ട്. അതല്ലാതെ വേറെ ഈ ഇമോജീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഇമോജീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം മൈക്കിൽ ഒട്ടിക്കാനായിട്ട്. ലൈക്ക് 18 സ്റ്റിക്കേഴ്സോളം ഉണ്ട്. പിന്നെ സൈഡിലോട്ട് വെക്കാം. പിന്നെ നോർമൽ വാറൻറ്റിയും ബുക്ക്ലെറ്റ് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് ലാർക്ക് M2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മെയിൻ മൈക്കിലോട്ട് വരുവാണെങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്തൊരു പേപ്പർ. ഇതാണ് നമ്മുടെ ഇതിൻ്റെ താഴെയും വേറെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. സോ ടോട്ടലായിട്ട് കിട്ടുന്ന ഈ ഐറ്റംസ് ഒക്കെയാണ് കിട്ടുന്ന ഒരു പൗച്ചുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പൗച്ചാണ്. ഇറ്റ്സ് ലൈക്ക് ഗുഡ്. ഈ പൗച്ചിൻ്റെ അകത്ത് ആക്സസറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഫസ്റ്റ് പൗച്ചുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു തുണിയല്ല, ഒരു പ്ലാസ്റ്റിക് ടൈപ്പിലത്തെ പൗച്ചാണ്. ബട്ട് ഇറ്റ്സ് ഗുഡ് ക്വാളിറ്റി ഫീൽ ചെയ്യും. ലൈക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള രീതിയിലത്തെ. ഇത് ക്യാമറയിലോട് കണക്ട് ചെയ്യുന്ന വയറാണ്. 3.5 mm രണ്ട് സൈഡിലും കൊണ്ടുള്ള. ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു USB Type-C കേബിൾ വന്നിട്ടുണ്ട്. Type-C കേബിള്. ഇത് വിൻഡ്ഷീൽഡാണ്. കാറ്റത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ളത്. എനിക്ക് ടച്ച് ചെയ്തപ്പം ഫീൽ ചെയ്തു വിൻഡ്ഷീൽഡാണെന്നുള്ള രീതിയിൽ. പൊട്ടിക്കുന്നില്ല. ഇത് മാഗ്നറ്റിക് ക്ലിപ്പ്, 2 മാഗ്നറ്റിക് ക്ലിപ്സ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിപ്പം ഇതായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ, പിന്നായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ
മാഗ്നറ്റിക് ക്ലിപ്പാണ് തോന്നിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് ക്ലിപ്പും ഉണ്ട്, ഇതിൽ മാഗ്നറ്റ്സും ഉണ്ട്. ഇവിടെ മാഗ്നറ്റ്സ് വന്നിട്ടുണ്ട് ആൻഡ് ഇതിങ്ങനെ ക്ലിപ്പും ഉണ്ട്. ഷർട്ടിലോ ടീഷർട്ട്സിലോ എവിടെയെങ്കിലും പ്ലഗ് ചെയ്യാനായിട്ടാണെങ്കിൽ ക്ലിപ്സ് വന്നിട്ടുണ്ട്. 2 ഉണ്ട്. ഇതൊരു ബാൻഡാണ്, കഴുത്തലൊരു നെക്ലേസ് പോലെ അല്ലെങ്കിൽ മാല പോലെ ഇടാനായിട്ടുള്ള രീതിയിൽ മൈക്ക് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 2 വേണ്ടിയത്. 2 വന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ആണ്. സോ ഇറ്റ്സ് ഗുഡ് ഡീസൽ കഴുത്തലായിട്ട് ഇടാനായിട്ടുള്ളത്. ഇത് വിൻഷീൽഡ്, ഞാൻ പറഞ്ഞ വിൻഷീൽഡ്. സോ മെയിൻ നമുക്ക് കിട്ടുന്നത് ഈ ഐറ്റമാണ്. ഇത് ലൈറ്റ്നിങ് അഡാപ്റ്റർ, ഐഫോൺസിലും കാര്യങ്ങളും യൂസ് ചെയ്യാനായിട്ട്. ഇത് ടൈപ്പ് സി യൂസ് ചെയ്യുന്ന ഇതിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഫോൺസിലും കാര്യങ്ങളും യൂസ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് 2. എൻ്റേത് ഇപ്പം 13 Pro Max ആണ്. സോ ഐ യൂസ് ദിസ് വൺ. ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചേക്കാം. ഇന്നത്തെ ബോക്സ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നല്ല സോളിഡായിട്ടുള്ള ബോക്സ്. പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടൈപ്പ് സി പോർട്ട് വന്നിട്ടുണ്ട്. ഈ പോർട്ടിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ചാർജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഇതിങ്ങനെ പ്ലേസ് ചെയ്യേണ്ടിയേ. സോ ലോഗോ ഇവിടെ ആൻഡ് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കാനായിട്ടാണ്. ഇഫ് യു ഓപ്പൺ ഇതുണ്ടോ 4 ബ്ലൂ ലൈറ്റ്സ് ഇത് ചെയ്തു. ഇത് ക്യാമറയിലോട്ടൊക്കെ റിസീവ് ചെയ്യും. ഇത് ക്യാമറ കണക്ട് ചെയ്യുന്നതാണ്. സോ ഇത് ഞാൻ പറഞ്ഞില്ലേ. സോ ഇത് ഇവിടെയും പോവും, മറ്റേത് ക്യാമറയിലോട്ടും കണക്ട് ആവും. സോ ഇത് റിസീവറാണ്. ഇതിൽ കൺട്രോൾസ് വന്നിട്ടുണ്ട്. നമുക്ക് റൊട്ടേറ്റിംഗ് നോബ്, ഇത് ടേൺ ഓൺ ചെയ്യാനായിട്ടും ഇത് ഓഫ് നോയിസ് ക്യാൻസലേഷൻ ആയിരിക്കും. നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഇതാണ് മൈക്ക്. സോ 2 മൈക്ക്. ഇത് നോയിസ് ക്യാൻസലേഷൻ ആണ് ഞാൻ കേട്ടായിരുന്നു. ഇത് മാഗ്നറ്റിക് ആയിട്ട് ചാർജ് ചെയ്യാനായിട്ടുള്ള ഇതാണ്. സോ ദിസ് ഇസ് ദ മൈക്ക്. ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ 2 ഈ 2 ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ആയിക്കോളൂ ഇത്. ആൻഡ് ബോക്സിൻ്റെ ക്വാളിറ്റി ഈസ് വെരി ഗുഡ്, സോളിഡ് ആയിട്ടുള്ള നല്ല ബോക്സാണ്. ഇതെല്ലാം ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡ്രോബാക്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുമ്പിലത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തേക്കാം. ബട്ട് ആസ് ഓഫ് നൗ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെ ഉണ്ടോ ഞാൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഞാൻ ഒരു മൈക്കും യൂസ് ചെയ്യാതെ വീടിൻ്റെ അകത്ത് ഇരുന്ന് ചെയ്യുമായിരുന്നു. വൈഫ് പുറകിൽ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ട് റിവ്യൂസ് എന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാറുണ്ട്. സോ ഇതാണ് മൈക്ക്. തീരെ ചെറുതാ, ഒരു നമ്മുടെ കോയിൻ്റെ സൈസ് വരെ ഉള്ളൂ. വെയിറ്റ് ഇല്ല, തീരെ വെയിറ്റും ഇല്ല. ഇതാണ് കോളറിലും കാര്യങ്ങളും അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലിപ്പ്. ഇത് മാഗ്നറ്റിക്കും കൂടെ പോരാനായിട്ട്. ഇതാണ് ലൈറ്റിംഗ് കേബിൾ. എൻ്റെ ഫോണിൽ ലൈറ്റിംഗ് കേബിൾ അഡാപ്റ്റർ വേണ്ടിയ. സോ ലൈറ്റിംഗ് ഇത് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 feet ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ള, ഒരു 1 meter ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ള ആൻഡ് നോർമൽ എൻവയോൺമെൻറ്റിലാണ് ഐഫോണിൻ്റെ മൈക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലാർക്ക് M2 സൗണ്ട് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മൈക്കിൽ നിന്നാണ്. ഇത് ഹോളിലാൻഡ് ലാർക്ക് M2 എന്ന് പറയുന്ന മൈക്കാണ്. സോ സൗണ്ട് ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. പുറത്തൊരു കിളി അലിക്കുന്ന സൗണ്ട് ഉണ്ട്. വൈഫ് റൈറ്റ് സൈഡിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആൻഡ് നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ചെയ്യുന്നത്. ഇതാണ് ബെസ്റ്റ് നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ടേൺ ഓഫ് ചെയ്തു. സോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയണം. ആൻഡ് ഞാൻ പ്രൊഫഷണലായിട്ട് റിവ്യൂ ചെയ്യുന്നതല്ല. സോ ഇഫ് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോർഗീവ് മീ. ആൻഡ് ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ consider subscribing to the YouTube channel and get in touch with my Instagram page. Instagramന്റെ പേര് സുജോ മോൻജോസ്, SUJOMON സ്പേസ് JOSC. അവിടെ ഞാനും വൈഫും ഒത്തിരി വീഡിയോസ് ഇടാറുണ്ട്. സോ ഇഫ് യു ലൈക്ക് അവർ വീഡിയോസ് ഓർ നമ്മുടെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ഫോളോ us and thanks for watching and see you in the next video.